നമ്മൾ ഒരുപാട് രാഷ്ട്രീയപരമായ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നു. ചർച്ച ചെയ്യുന്നതിനിടയ്ക്ക് നമ്മൾ ABC ലൈവിൽ ഇതുവരെ പറയാത്ത ഒരു ചർച്ചയാണെന്ന് തോന്നുന്നു. BJPയുടെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ ഒരു മുന്നേറ്റം എങ്ങനെയായിരിക്കുമെന്നുള്ളത്. ഒരുപക്ഷെ ABC ന്യൂസിലും മീഡിയ മലയാളത്തിലും ഒക്കെ നമ്മളത് ചർച്ച ചെയ്തു. നമ്മുടെ ABC ലൈവിലെ പ്രേക്ഷകരോട് നമ്മളത് പറഞ്ഞിട്ടില്ല. BJP ഒരുപാട് സീറ്റൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതൊക്കെ കിട്ടാത്ത കാര്യമാണ്, നമുക്ക് അവർക്കും ഒക്കെ അറിയാവുന്ന കാര്യമാണ്. പിന്നെ പ്രതീക്ഷ ആർക്കും വയ്ക്കാം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എങ്കിലും ഈ A ക്ലാസ് മണ്ഡലങ്ങൾ എന്ന് BJP വിശ്വസിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ BJP ജയിക്കാനുള്ള സാധ്യത എത്ര ശതമാനം ഉണ്ടാകും? ജയിക്കുമോ? എത്ര MLA മാരുണ്ടാകും? സാറിന്റെ ഒരു രാഷ്ട്രീയ നിരീക്ഷണത്തിൽ എന്താണ് തോന്നുന്നത്? BJP A ക്ലാസ് മണ്ഡലങ്ങളായിരിക്കുന്ന കരുതിയിരിക്കുന്ന, അങ്ങനെ ചാപ്പ കുത്തിയിരിക്കുന്ന മണ്ഡലങ്ങളെല്ലാം അവർക്ക് തന്നെ കിട്ടും. അതിനുള്ള തടസ്സം ഇനി അവർ നടത്തുന്ന പ്രവർത്തനങ്ങൾ, ആവശ്യമില്ലാത്ത വിവാദങ്ങളും ഒക്കെ ഉണ്ടാക്കി ആൾക്കാരെ വെറുപ്പിച്ചു കൊണ്ട് പോവുകയാണെങ്കിൽ A ക്ലാസ് മണ്ഡലങ്ങളിൽ Z ക്ലാസ് മണ്ഡലങ്ങളായിട്ട് അങ്ങ് മാറും. Z കാറ്റഗറി എന്ന് പറയുന്ന പോലെ അങ്ങ് മാറും. അത്രയേ ഉള്ളൂ. ജനങ്ങൾക്ക് അത്രയേ ഉള്ളൂ. വലിയ നിർബന്ധമില്ല. നിങ്ങൾക്ക് തന്നെ വോട്ട് ചെയ്യണമെന്നൊരു നിർബന്ധവും ഇല്ല. അത് മനസ്സിലാക്കുക. സുരേഷ് ഗോപിക്ക് തന്നെ വോട്ട് ചെയ്യണമെന്ന് തൃശ്ശൂരിലെ ജനങ്ങൾക്ക് അത്ര വലിയ നിർബന്ധമൊന്നുമില്ല. സുരേഷ് ഗോപി അത് മനസ്സിലാക്കണം. ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. അദ്ദേഹത്തെ ജയിച്ചു. കുറച്ചൊക്കെ BJPയുടെ പിന്തുണ കൊണ്ട്, കുറച്ചൊക്കെ വ്യക്തിപരമായ ഗുണങ്ങളുടെ പേരിൽ അദ്ദേഹത്തെ അവിടെ ജയിപ്പിച്ചു എന്ന് വിചാരിച്ച് എന്നും അവർ ജയിപ്പിച്ചുകൊള്ളൂ എന്നൊരു വിചാരം വേണ്ട. അദ്ദേഹം രാഷ്ട്രീയത്തിലാണിപ്പോ. രാഷ്ട്രീയത്തിലിരിക്കുമ്പോൾ സിനിമാ നടനം നടത്താൻ പാടില്ല. സിനിമാ നടനല്ല താനെന്നുള്ളൊരു ശരിയായ ബോധ്യം വേണം. അഭിനയം വേണ്ട. ആളുകളോട് തട്ടിക്കയറുക, പൊതുജനങ്ങൾ ചോദിക്കാൻ വരുമ്പോൾ മര്യാദയ്ക്ക് ഉത്തരം പറയുന്നതിന് പകരം LDF ഇവിടെ തട്ടിക്കയറുക, ഇതൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. ഇതൊന്നും കയറി പറയേണ്ട കാര്യമൊന്നുമില്ല. സുരേഷ് ഗോപി ആ പറയേണ്ട ആളല്ല. സുരേഷ് ഗോപി ആ മര്യാദ വേണം. എത്ര വലിയ തലക്കൊമ്പനായാലും, എത്ര വലിയ സൂപ്പർ സ്റ്റാർ ആയാലും ശരി, ഭാരത് പട്ടം കിട്ടിയ ആളായാലും ശരി, അതിലൊന്നും ഒരു കാര്യവുമില്ല. ജനങ്ങളുടെ പ്രിയദാസനാണ് നിങ്ങൾ. ജനങ്ങളുടെ ദാസന്റെ ഭാഷയിൽ സംസാരിക്കണം, ബോസിന്റെ ഭാഷയിൽ സംസാരിക്കരുത്. ധാർഷ്ട്യം കാണിക്കരുത്. ഇതുപോലെ ധാർഷ്ട്യം ഏതവൻ കാണിച്ചാലും, ഏത് BJP-കാരൻ കൊമ്പം കാണിച്ചാലും ശരി, ആ പാഠം ജനങ്ങൾ അവരെ പഠിപ്പിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിന്റെ തറയിൽ കൈതൊട്ട് വന്ദിച്ചുകൊണ്ടാണ് അകത്തോട്ട് കയറിയത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അവിടെ വീൽ ചെയറിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്ന് താണു വണങ്ങി അദ്ദേഹത്തിന് കൈ അങ്ങോട്ട് കൊടുത്തു. ഈ വിനയമം പാഠമാകണം BJP-കാർക്ക്. അല്ല അമ്പട ഞാനേ എന്നുള്ള ഭാവത്തിൽ പോയി കഴിഞ്ഞാൽ ഒരാളും നിങ്ങളെ മൈൻഡ് ചെയ്യില്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ സീറ്റ് നിങ്ങൾക്ക് സുഭദ്രമല്ലാതായിട്ട് വരും, ഭദ്രമല്ലാതായിട്ട് വരും. അവർ വേറെ പാർട്ടിക്കാർക്ക് ഇയാൾ ഇങ്ങനെയൊക്കെ പെരുമാറും. മര്യാദയ്ക്ക് പെരുമാറണം. അതാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട BJP-യുടെ ആൾക്കാരെ. അതില് 2 പേരൊഴികെ ബാക്കിയുള്ളവരൊക്കെ ചെന്നപ്പോൾ ജനങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടാവണം. ജനങ്ങളോടൊപ്പം ഉണ്ടാവേണ്ടത് അവരുടെ ബോസുമാരായിട്ടല്ല, യജമാനന്മാരായിട്ടല്ല, മറിച്ച് അവരുടെ ദാസന്മാരായിട്ടാണ്. ആരാണ് യജമാനൻ? ആരാണ് യജമാനൻ എന്ന് ചോദിച്ചാൽ അത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. അവർക്ക് വേണ്ടിയാണ് ഈ സുപ്രീം കോടതികൾ, അവർക്ക് വേണ്ടിയാണ് ഈ ഭരണഘടന, അവർക്ക് വേണ്ടിയാണ് പാർലമെന്റ്, അവർക്ക് വേണ്ടിയാണ് മന്ത്രിസഭ, അവർക്ക് വേണ്ടിയാണ് പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും എല്ലാം. അവർക്ക് താഴെയാണ് ഈ സ്ഥാപനങ്ങളെല്ലാം വരുന്നത്. ഒരു സംശയമില്ല, ഒരു സംശയമില്ല. ആ സുബോധ്യത്തോടു കൂടി മാത്രം പോയെങ്കിൽ മാത്രമേ BJP-ക്ക് ജയിക്കാൻ പറ്റൂ. അല്ല അഹങ്കാരത്തിന് ഇന്നോവ കാറിലാണ് ഞാൻ വരുന്നത്, നീ എന്ത് വെറും തെണ്ടി എന്നുള്ള മട്ടിൽ ആ ഒരു പുച്ഛത്തോടു കൂടി പോയി കഴിഞ്ഞാൽ അത് തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമല്ല കുഞ്ഞുങ്ങളെ എടുക്കേണ്ടതും വേണ്ടാമെന്ന് നോക്കേണ്ടത്. തെരഞ്ഞെടുപ്പ് കാലത്തെ ഒരു നല്ല എപ്പോഴും അങ്ങനെ ഉണ്ടാവണം. എപ്പോഴും ആ ഒരു ഈ രാജീവ് ചന്ദ്രശേഖറിന്റെ ഒരു വരവ് അതെങ്ങനെയായിരിക്കും ഇത്തവണ നിയമസഭാ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ? BJP വിചാരിച്ച അത്ര വലിയ ഓട്ടം അവർക്ക് കിട്ടിയിട്ടില്ല. എങ്കിൽ പോലും തിരുവനന്തപുരം പിടിക്കാൻ കഴിഞ്ഞത് വലിയൊരു നേട്ടം തന്നെയാണ്, അത് പറയാതിരിക്കാൻ കഴിയില്ല. പക്ഷെ രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായി വന്നത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, കാരണം രാജീവ് ചന്ദ്രശേഖരനെ ഇഷ്ടപ്പെടുന്നവരുമുണ്ട്, പെടാത്തവരും പാർട്ടിക്കകത്ത് തന്നെയുണ്ട്. ഈ പുറത്തുള്ള കുലംകുത്തിയേക്കാൾ അകത്തുള്ള കുലംകുത്തികളുടെ എണ്ണമാണ് കൂടുതൽ. അപ്പൊ എങ്ങനെയായിരിക്കും അത്? ഒരു ഏത് തരത്തിലായിരിക്കും? രാജീവ് ചന്ദ്രശേഖർ വന്നതുകൊണ്ട് ജയിച്ചു എന്നുള്ളൊരു പേര് വരണ്ട എന്ന് പറഞ്ഞ് തോൽപ്പിക്കാൻ BJP-കാർ തന്നെ ഇറങ്ങൂ? അതിനെക്കുറിച്ചുള്ള എൻ്റെ ഒരു തോന്നൽ അല്ലെങ്കിൽ പെർസെപ്ഷൻ ചിലപ്പോൾ തന്നെയ്ക്ക് അതുമായിട്ട് വിയോജിക്കാമായിരിക്കും. ഞാൻ പറയും, അതായത് നമ്മളിപ്പോൾ ചാനലിൽ ഒരു ഉദാഹരണം കൊണ്ട് സ്റ്റോറികൾ കൊടുക്കുന്നു. ഇതിലിപ്പോൾ പല സ്റ്റോറികളും വളരെ ഇൻഫർമേഷൻ ഉള്ളത് നമ്മൾ കൊടുക്കാമെന്ന് വിചാരിച്ചാൽ കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താ? അത് വേണ്ട. അതിൻ്റെ നിലവാരമല്ല അവർക്ക് വേണ്ടത്. അവർക്ക് വേണ്ടത് മസാല ചേർന്ന കുറച്ച് ചൂട് പിടിച്ച വാർത്തകളാണ്. ചൂടോട് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. തട്ടുകടയിൽ നിന്നായാലും നമുക്ക് കിട്ടേണ്ടത് ചൂടുള്ള ദോശ. തണുത്ത ദോശ ആരെങ്കിലും കഴിക്കുമോ?
അതിനകത്ത് അത് ചേർത്തിട്ടുണ്ട്, പച്ചിലകൾ ചേർത്തിട്ടുണ്ട്, മല്ലിയില ചേർത്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് തണുത്തതാണെങ്കിൽ വേണ്ട, ചൂടോടുകൂടി തന്നെ കിട്ടണം എന്നുള്ളതാണ് അല്ലേ. അപ്പൊ അങ്ങനെ രാജീവ് ചന്ദ്രശേഖറുടേത് നിലവാരമുള്ള രാഷ്ട്രീയമാണ്. അദ്ദേഹം ആദ്യം തുടങ്ങുന്നത് തന്നെ ആരെക്കെതിരെയും ആരോപണം ഉന്നയിക്കാതെ വികസനത്തിന്റെ രാഷ്ട്രീയമാണ് പറഞ്ഞത്. മാറാത്തത് ഇനി മാറും എന്നും പറഞ്ഞാണ് അദ്ദേഹം രാഷ്ട്രീയം പറഞ്ഞത്. അദ്ദേഹം പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അങ്ങനെ തന്നെ ഒരു ശൈലിയാണ് സ്വീകരിച്ചത്. അതിന് വലിയ അംഗീകാരവും ലഭിച്ചു. ശശി തരൂരിനെ വെള്ളം കുടിപ്പിച്ചു ഏതാനും മണ്ഡലങ്ങളിലെ. പക്ഷെ ആ രാഷ്ട്രീയമല്ലായിരുന്നു വേണ്ടത്. വർഗീയത രാഷ്ട്രീയ അങ്ങനെയൊക്കെ കലർന്ന രാഷ്ട്രീയമായിരുന്നു അവർക്ക് വേണ്ടത്. അവർ നോക്കിയപ്പോ ഇതെന്തോന്ന് തണുത്ത ദോശ, അവർക്ക് തട്ടുദോശ മതി, തട്ടുദോശയിലേക്ക് അവർ പോയി. മനസ്സിലായില്ലേ? ജനങ്ങളുടെ ടേസ്റ്റ് ഡിഫറൻറ്റാ. ഈ രാജീവ് ചന്ദ്രശേഖറുടെ രാഷ്ട്രീയത്തെ ഞാൻ അംഗീകരിക്കുന്നു. നിലവാരമുള്ള രാഷ്ട്രീയമാണ്. രാഷ്ട്രീയത്തിലുള്ളത് റൈവൽസ് മാത്രമാണ്, അല്ലാതെ എനിമീസ് അല്ല. നമ്മുടെ ഒരു പരമ്പരാഗതമായ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിലുള്ള എനിമീസാണ്, ശത്രുക്കളാണ്. ഇന്ത്യയും പാകിസ്ഥാനുമാണ്. രണ്ട് പാർട്ടിയായിട്ട് ഏറ്റുമുട്ടിയാൽ ഇന്ത്യയും പാകിസ്ഥാനുമാണെന്നുള്ള ആ കോൺസെപ്റ്റ് എനിക്ക് യാതൊരു യോജിപ്പില്ല. ജനങ്ങൾക്ക് അതാണ് ഇഷ്ടം. രണ്ടുപേരും തമ്മിൽ പോരാട്ടം, ആരോമൽ ചേകവരും അരിങ്ങോടരും തമ്മിൽ അംഗം വിട്ടുന്ന ഒരു അംഗം കാണുക എന്നും പറഞ്ഞ് കൈയടിക്കണം. ജനങ്ങൾക്ക് അതാ വേണ്ടത്. ഇവിടെ ഒരു അർത്ഥവത്തായിട്ടുള്ള സംവാദങ്ങൾക്ക് ഒന്നും സ്ഥാനമില്ല. ഈ കുത്തിപിടിക്കലാണ്, തെറി പറച്ചിലുമാണ് ചിലപ്പോൾ താല്പര്യം. അത് അത്രയും പറഞ്ഞു. ഓഹോ, അപ്പൊ അതെന്തോ ഈ ഒരു എക്സ്ക്ലമേഷൻ മാർക്കിലുള്ളതാണ് ജനങ്ങൾക്ക് വേണ്ടത്. മനസ്സിലായല്ലോ? അമ്പോ ഇത് കണ്ടോ എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? അവർക്ക് വളരെ അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങളാണ് അവർക്ക് സംഭവിക്കേണ്ടത്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നിലവാരമുള്ള ആഴത്തിലുള്ള രാഷ്ട്രീയ ചിന്തകളല്ല പലർക്കും വേണ്ടത് എന്നുള്ളത് കൊണ്ട് രാജീവ് ചന്ദ്രശേഖറിന് അത് പരിപൂർണമായിട്ട് വിജയിപ്പിച്ചെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നരേന്ദ്രമോദി ഇന്ത്യയിലെ ദരിദ്ര നാരായണന്മാരുടെ മുമ്പിൽ അത് വിജയിപ്പിച്ചെടുത്തു. വികസനത്തിന്റെ രാഷ്ട്രീയമാണ്. 2002 ഗുജറാത്ത് കലാപത്തിന് ശേഷം തിരുവനന്തപുരം സന്ദർശിച്ച അദ്ദേഹത്തിനെ നമ്മുടെ പത്രപ്രവർത്തകർ വളഞ്ഞു, മാപ്രകൾ വളഞ്ഞിട്ട് ആക്രമിച്ചല്ലോ. അദ്ദേഹം കന്യാകുമാരി പോകാൻ വഴിക്ക് ഇവിടെ ഇവിടത്തേക്ക് വേണ്ടി വന്നാൽ ഇങ്ങോട്ട് പ്രവേശനം ഇല്ലല്ലെങ്കിൽ അമേരിക്ക, നരേന്ദ്രമോദിക്ക് അമേരിക്കയും കേരളവും അദ്ദേഹത്തിന് പ്രവേശനം കൊടുക്കുകയില്ല എന്ന് പറഞ്ഞ് ഇപ്പൊ കണ്ടോ ചരിത്രം തലകുത്തി നിൽക്കുന്നത് കണ്ടോ. ശീർഷാസനത്തിൽ പോകാൻ പറഞ്ഞ പത്രക്കാരോട് അദ്ദേഹം പറഞ്ഞത് രാഷ്ട്രീയം, ഗുജറാത്ത് കലാപം ഇതൊക്കെയാണ്. ഗോത്ര കലാപം ചോദിക്കില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ വികസനത്തെക്കുറിച്ച് മാത്രമേ ഞാൻ സംസാരിക്കൂ, ഈ രാഷ്ട്രീയത്തെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. മാന്യമായിട്ട് പറഞ്ഞുകൊണ്ട് തട്ടിക്കയറാൻ നിൽക്കാതെ. ഇവിടെ കാണുന്ന ഈ ഡൂഗ്ലി മന്ത്രിമാരൊക്കെ തട്ടിക്കയറുമല്ലോ പത്രക്കാരുടെ നേരെ. അങ്ങനെ യാതൊരു തർക്കങ്ങളുമില്ലാതെ തമിഴ്നാട്ടിലേക്ക് കയ്യും തുള്ളിക്കൊണ്ടുപോയ നരേന്ദ്രമോദിയാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന. അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നത്. എന്താണ് അതിൻ്റെ രാഷ്ട്രീയം? ജനങ്ങളോടൊപ്പം നിന്നു. വികസനം പറയുന്നതോടൊപ്പം ജനങ്ങളോടൊപ്പം താഴ്മയോടുകൂടി നിൽക്കണം. ഇത് രണ്ടും കൂടെ ചേർന്ന് പോയി കഴിഞ്ഞാൽ BJPക്ക് ഈ മണ്ഡലങ്ങൾ ഷുവറാണ്. ഈ വലിയ വിവാദങ്ങളൊന്നും കത്തിക്കാതെ തന്നെ ജയിക്കാൻ പറ്റും. പക്ഷെ മറുവശത്ത് കത്തിക്കുന്നത് വലിയ വർഗീയത. VD സതീശൻ തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോവുകയാണ് മറുവശത്തെ രാഷ്ട്രീയം. അപ്പം മലബാറിലെ എല്ലാം വോട്ടുകൾ അദ്ദേഹത്തിന് അനുകൂലമാക്കി എടുക്കാനുള്ള ഒരു തീവ്ര ശ്രമമാണ്. ഇങ്ങനെ ചെങ്ങന്നൂർ ഭാഗത്തേക്ക് പുതുയുഗയാത്ര ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ തന്ത്രിക്ക് അനുകൂലമായിട്ട് മണി മുഴക്കാൻ തുടങ്ങി. പ്ലേറ്റ് മാറ്റി വയ്ക്കുന്ന ഇത്തരം രാഷ്ട്രീയക്കാരെ പുറത്താക്കണം എന്നുള്ള കാര്യം കൂടി തുറന്നു പറയാൻ BJP തയ്യാറാകണം. തീർച്ചയായിട്ടും ആ ഐഡിയകൾ ഇതിനകത്ത് വരണം. കള്ളങ്ങൾ പൊളിക്കണം. അതുപോലെ തന്നെ ഈ മലബാറിലും ഒക്കെ നടക്കുന്ന കാന്തപുരത്തിനെ കൂട്ടുപിടിക്കണം. കാന്തപുരത്തിനെ കൂട്ടുപിടിച്ചുകൊണ്ട് റമദാൻ ആഘോഷിക്കുന്നവർ ആഘോഷിച്ചോട്ട്, പക്ഷെ മറ്റുള്ളവർക്ക് ആഹാരം നിഷേധിക്കുന്ന തരത്തിൽ ഹോട്ടലുകൾ പൂട്ടിക്കുന്ന പരിപാടി നിർത്തണം. നിങ്ങൾ തുഞ്ചത്ത് പറമ്പിൽ എഴുത്തച്ഛന്റെ ഒരു പ്രതിമ സ്ഥാപിക്കാൻ അനുവദിക്കണം. നിങ്ങൾ അതിനെ അനുവദിക്കണം. സൗഹാർദ്ദം കാണിക്കണമെന്ന് പറയണം. ഈ കാര്യങ്ങൾ തുറന്നു പറയണം. BJPക്ക് അത് ചെയ്യിക്കാനും നിർവഹിക്കാനുള്ള ശേഷിയുണ്ട്. ഇന്നിപ്പോ എവിടെ പണ്ഡിറ്റുകളെ കൊല്ലുന്ന പരിപാടി നിർത്തിയില്ലേ കാശ്മീരിൽ? കാശ്മീർ ആപ്പിൽ നിന്ന് നമ്മൾ പച്ചയ്ക്ക് കഴിക്കുന്നില്ലേ? ഇതുപോലുള്ള മാറ്റങ്ങൾക്ക് നമ്മൾ പറയുന്നത് ചേഞ്ച് എന്നല്ല, അതിന് പറയുന്നത് ട്രാൻസ്ഫോർമേഷൻ കേരളത്തിൽ ഉണ്ടാവേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. ഇന്നല്ലെങ്കിൽ നാളെ BJP കേരളം ഭരിക്കേണ്ടതും അനിവാര്യതയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.